بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അവൻ സ്വീകരിക്കട്ടെ. നാളെ നമ്മുടെ നന്മ തിന്മകൾ തൂക്കപ്പെടുമ്പോൾ നമുക്ക് കൺകുളിരെ കാണാൻ ഉപകരിക്കുന്ന ഒരു വലിയ അമലായി ഈ നിമിഷവും ഈ നിമിഷങ്ങളും ഈ കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മളുടെ കച്ചവടത്തിൻ്റെ മൂലധനം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതമാകുന്ന ഈ യാത്രയുടെ നമുക്കുള്ള മൂലധനം എന്ന് പറയുന്നത് നമ്മുടെ ആയുസ്സാണ്. ആ ആയുസ്സിനെ നാം എങ്ങനെ ജീവിതത്തിൽ ക്രമീകരിക്കുന്നുവോ അതിനനുസരിച്ച് നാളെ ആഖിറത്തിൽ അവൻ ഫലം കൊയ്യും. ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അല്ലാഹു നമ്മോട് പഠിപ്പിച്ചിട്ട് നാം അല്ലാഹുവിനോട് 5 നേരവും വലിയ വർത്താനം പറയണ്ടല്ലോ. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നിസ്കാരം മാത്രമല്ല പഠിച്ചവനെ, എൻ്റെ എല്ലാ സൽക്കർമ്മങ്ങളും മാത്രമല്ല, എൻ്റെ ജീവിതവും മരണവും നിനക്കെന്നെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതൊരു വലിയ വർത്താനം പറയാ. സത്യത്തിൽ അങ്ങനെയല്ല. സത്യത്തിൽ നാം അങ്ങനെ ജീവിക്കുന്നില്ല. അള്ളാഹുവിനോട് വലിയ വർത്താനം പറയുന്നു. അങ്ങനെയാണ് എങ്കിൽ സത്യത്തിൽ നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ ഹബീബ് കാണിച്ചു തന്ന രീതിയിൽ നാം ജീവിക്കുമായിരുന്നു. കാരണം അതായാണ് അള്ളാഹു നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. മൻ യുതഇർ റസൂല ഫഖദ് അതഅ അല്ലാഹ്. എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതവും മരണവുമൊക്കെ അള്ളാഹുവിനാക്കി തീർക്കാം? ജീവിതത്തിൽ നമുക്ക് നിസ്കാരമെന്നോ നോമ്പെന്നോ കണക്കില്ല. ജീവിതത്തിൻ്റെ എല്ലാ ഹറക്കാത്ത് സക്കനാത്തുകളും അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. അള്ളാഹുവിന് വേണ്ടിയല്ലാത്ത ഒന്നും നമുക്കില്ല. സത്യത്തിൽ ഉണ്ടോ? അള്ളാഹുവിന് വേണ്ടിയല്ലാത്ത ഒന്നും നമുക്കില്ല. അപ്പോൾ നമ്മൾ ചോദിക്കാണ്, ഭക്ഷണം കഴിക്കുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നമുക്ക് വേണ്ടി. ബാത്റൂമിൽ പോകുന്നത് ആർക്കാ? നമുക്ക് വേണ്ടി. ചിലത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട്, ചിലത് അള്ളാഹുവിന് വേണ്ടിയിട്ട്. നിസ്കരിക്കുന്നത് അള്ളാഹ്ക്ക്, നോമ്പ് അള്ളാഹ്ക്ക്, ഹജ്ജ് അള്ളാഹുവിന്, ഭക്ഷണം കഴിക്കുന്നത് നമുക്ക്, ബാത്റൂം പോകുന്നത് നമുക്ക്, ഉറങ്ങുന്നത് നമുക്ക്. നമുക്കായിട്ടൊന്നുമില്ല. നമ്മുടേത് എല്ലാം അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. അതാണ് ലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ ആവണം, അല്ലെങ്കിൽ ആക്കണം. എന്തിനാ ഞാൻ പറഞ്ഞു വന്നത്? ഇപ്പോൾ നാം ഇവിടെ ഇരിക്കുന്നു. ഈ ഇരുത്തത്തിന് നമുക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ, ഇത് നമുക്ക് ഒരു മുതലാകണമെങ്കിൽ നാം എന്തിനു വേണ്ടി ഇരിക്കുന്നു എന്നത് ഉൾക്കൊണ്ടവരാകണം. ജസ്റ്റ് ഇരിക്കുന്നു, അതിലപ്പുറം പടച്ചവരെ, ഞാൻ എൻ്റെ ഈ ഇരുത്തം നിനക്ക് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ പാരായണം, അതിൻ്റെ പാരായണം കേൾക്കാനും ആസ്വദിക്കുവാനും ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും ദുആയുടെ മജ്ലിസിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ ഇൽമിൻ്റെ മജ്ലിസ് എന്തൊക്കെ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് ഖൈറാണ്. അതിന് വേണ്ടി അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ ഇരിക്കുന്നു. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത്. അത് നിനക്ക് വേണ്ടിയാക്കുക. നിസ്കാരത്തിൽ നമ്മൾ ഇശ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു പറഞ്ഞാൽ നിയ്യത്ത് കൂടി. പക്ഷേ അള്ളാഹുവിന് വേണ്ടി എന്ന് നമ്മൾ എന്തിനു പറയുന്നു? അത് അദബാണ്. അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ആദ്യമായി പറയാനുള്ളത്, നിയ്യത്തിലായിരിക്കുക. നിയ്യത്ത് ചെയ്യാത്തവർ അള്ളാഹുവേ നിനക്ക് വേണ്ടി ഞാൻ പരിശുദ്ധമായ ഇൽമിൻ്റെ മജ്ലിസിൽ, ഖുർആൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നു എന്ന് നിയ്യത്തോടു കൂടിയിരിക്കുക. ഇത് ഇവിടെ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും ഉറങ്ങുമ്പോഴും എനിക്ക് ഓരോന്നിനോടും അനുയോജ്യമായ നിയ്യത്തുകൾ കൊണ്ടുവന്ന് ജീവിതം നമ്മൾ സമ്പുഷ്ടമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അപ്പോൾ എന്താ ഗുണം? ലക്ഷ്യബോധം ഉണ്ടാവും. മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ നിങ്ങൾ എവിടുക്കാ പോകണമെന്ന് ചോദിക്കണം. ഉമ്മാര് പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കൾ മോളെ എവിടുക്കാ പോകണം, മോനെ എവിടുക്കാ പോകണമെന്ന് ചോദിക്കണം അവരോട്. അപ്പോൾ സ്കൂളിലേക്ക് മോളെ ഇൽമ് പഠിക്കാൻ വേണ്ടി പോകുന്നു. മോളെ ആർക്ക് വേണ്ടി ഇൽമ് പഠിക്കാൻ? എനിക്ക് എന്ന് പറയും. അല്ല മോളെ, അള്ളാഹുവിന് വേണ്ടി ഇൽമ് പഠിക്കാൻ പോകുന്നു, അള്ളാഹുവിന് വേണ്ടി ഇൽമ് പഠിക്കാൻ പോകുന്നു മോനെ എന്ന് നമ്മൾ അവരെ ബോധിപ്പിക്കണം. സത്യത്തിൽ ഈ ബോധ്യം ഇല്ലാത്തതാണ് ഇന്ന് മക്കൾ ഒരു പരിധിവരെ വഴിതെറ്റിപ്പോകുന്നത്. നമ്മളൊക്കെ എന്തുകൊണ്ടാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടമില്ലാത്തത്, അള്ളാഹുവിനെ നാം അറിയാത്തതും പേടിക്കാത്തതും? ഇതിന് കാരണം എന്താ? നമ്മളെ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല എന്നുള്ളതാ. മുൻകാലത്ത് മഹാന്മാരായ ആളുകൾ ഉറങ്ങാൻ പോകുമ്പോൾ അവരെ ശീലിപ്പിച്ചിരുന്നത്ര, മോനെ അള്ളാഹു ഷാഹിദി, അള്ളാഹു ഹാദിരി, അള്ളാഹു നാദിരി, അള്ളാഹു മഈ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങണട്ടോ. അവർക്കത് അറബി ആയതുകൊണ്ട് തിരിയും. എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, അള്ളാഹു എന്നെ വീക്ഷിക്കുന്നുണ്ട്, അള്ളാഹു എന്നെ നോക്കുന്നുണ്ട്, അള്ളാഹു എന്നോട് കൂടെ പ്രസൻ്റാണ്. ഈ ഒരു ബോധം എന്നും പറഞ്ഞിട്ട് കുട്ടി അതിലായി അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് എത്താൻ. ഇതുപോലെ നാം നമ്മുടെ മക്കളെ ശീലിപ്പിക്കാത്തത് കൊണ്ട് അള്ളാഹുവായിട്ട് എന്താ ബന്ധം? വല്ല മയക്കുമരുന്നും മറ്റൊരു സാധനമൊക്കെ പേടിക്കണം. ആർക്ക് വേണ്ടിയിട്ടാ? ഹെഡ്മാഷ് പിടിക്കും, പോലീസ് പിടിക്കും, ജയിലിൽ പോകേണ്ടി വരും എന്നുള്ള പേടി. അള്ളാഹുവിനെ പേടിച്ചിട്ട് നമ്മളെ മക്കൾ ജീവിക്കുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? മക്കൾക്ക് നമ്മൾ അത് കൊടുക്കണില്ല. അപ്പോൾ ലക്ഷ്യബോധമില്ലാത്ത മക്കളായി വളരുന്നത് കൊണ്ടാണ് വഴിതെറ്റിപ്പോകുന്നത്. അള്ളാഹുവിനെ സ്നേഹിപ്പിക്കണം, ഹബീബിനെ സ്നേഹിപ്പിക്കണം. മോനെ, അള്ളാഹു നമുക്ക് ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ വാരി തന്ന റബ്ബല്ലേ, മോനെ സ്നേഹിക്കണട്ടെ മോനെ. അല്ലേ, ഇത് ആരാ തന്നത് മോനെ? ഉപ്പ എന്ന് പറയും. ഉപ്പല്ല, അള്ളാഹ് തന്നതാണെന്ന് പറയണം. അള്ളാഹുവിനെ പേടിപ്പിക്കല്ല, സ്നേഹിപ്പിക്കണം. പേടിപ്പിക്കാൻ എന്താവും നമ്മളെ കാട്ടണത്? നമ്മളൊക്കെ ചെയ്ത കുറ്റത്തിന് അള്ളാഹു നമ്മളെ പിടിച്ച് ശിക്ഷിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്തു പോരുമോ? ഇല്ല. പക്ഷെ അള്ളാഹുവിൻ്റെ കാരുണ്യം. അപ്പൊ അള്ളാഹു നമുക്ക് കരുണയുടെ കടലും കണ്ട് തന്നിക്ക, കൂരി വാരി തന്നിക്കാണ് റബ്ബ്. ആ അള്ളാഹുവിനെ സ്നേഹിപ്പിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. സ്നേഹിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം കളിക്കാൻ വേണ്ടി തന്നതല്ല മഹാനായ റബ്ബ്. ഞാൻ ഇന്ന് ഓതിയ ഭാഗം എനിക്ക് ഏറ്റവും ഓതാൻ ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ് സൂറത്തുൽ ഹശ്ർ. അതിൽ 2 പ്രാവശ്യമാണ് അള്ളാഹു പറഞ്ഞത്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. എന്താ വരാൻ പോവാണ്? എന്ത്? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. എന്തിനാ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്? നിങ്ങൾ ഭക്തരായി ജീവിക്കാൻ വേണ്ടി. ഇല്ലേ? അത് റമളാൻ കഴിഞ്ഞാൽ കഴിഞ്ഞോ? ഇല്ല, എപ്പോഴും വേണം. എന്താണ് ഭക്തി? അള്ളാഹുവിൻ്റെ റസൂല് കൽപ്പിച്ചത് ജീവിതത്തിൽ പിടിക്കുകയും വെടിയാൻ പറഞ്ഞത് വെടിഞ്ഞ് ജീവിക്കുകയും ചെയ്യാം. ഇതാണ് വേണ്ടിയത്. അള്ളാഹ് പറയാ, യാ അയ്യുഹ ഇത്തഖുല്ലാഹ്, സൂക്ഷിക്കണട്ടോ. എന്നിട്ട് പറയാണ്, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, ഓരോ നഫ്സും നോക്കിക്കൊള്ളട്ടെ നാളേക്ക് വേണ്ടി എന്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. ഇവിടെ നമ്മൾ നോക്കിയ ഓരോരുത്തരുടെയും സാമ്പത്തികമായ അവസ്ഥക്കനുസരിച്ച് വീട് വലുതാകുന്നു, വണ്ടിക്ക് മാറ്റങ്ങൾ വരുന്നു, ഭക്ഷണത്തിന് മാറ്റം വരുന്നു. ഇത് ദുന്യവിയായ ഒരവസ്ഥയാണെങ്കിൽ ആഖിറത്തിലുമുണ്ട് ഈ കാറ്റഗറി. ആർക്ക് എത്ര വേണമെന്ന് ഓരോരുത്തർക്കും തീരുമാനിക്കാം, അതിനനുസരിച്ച് പണിയെടുക്കാം. നാളെ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന, ഓരോ ദിവസവും നാളെ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഈ ജീവിതത്തിൽ ഒരു നാളെ നമുക്ക് വരാനുണ്ട്. ആ നാളേക്ക് വേണ്ടി എന്ത് ഒരുക്കി വെച്ചു എന്ന് ഓരോ നഫ്സും ചിന്തിച്ചു കൊള്ളട്ടെ. എന്നിട്ട് വീണ്ടും റബ്ബ് പറയാണ്, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ. വീണ്ടും പറഞ്ഞു, ഇത്തഖുല്ലാഹ് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ്. വീണ്ടും നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. എന്നിട്ട് റബ്ബ് പറയും, ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യണൊക്കെ ഓൻ അറിയുന്നുണ്ട്. അടുത്ത ആയത്തിൽ റബ്ബ് പറയുന്ന ഒരു സംഗതി നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മറന്നവരെ പോലെ ആകരുത്. എന്ത് കാരണം? അള്ളാഹ് പറയാ, അള്ളാഹുവിനെ മറന്ന് എന്ന് പറഞ്ഞ, സത്യത്തിൽ നമ്മൾ അള്ളാഹുവിനെ മറന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരനെയായിരിക്കും മറക്കുക?
അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ഒരാളാണ് എന്ന് വെക്കുക. നമ്മൾ നമ്മെ മറക്കുവോ? പക്ഷേ ഇല്ല എന്നാ നിങ്ങൾ പറയുന്നത് എങ്കിൽ ഞാൻ പറയുന്നു ഉണ്ട്. എന്താ കാരണം? നമ്മൾ നമ്മെ മറക്കുക എന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് മറന്നു കളയാന്നല്ല. അള്ളാഹുവിനെ ഞാൻ മറന്നു എന്നാൽ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ നഫ്സിനെ മറന്നു എന്ന. അള്ളാഹു പറയാ വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മറന്ന ആളുകളെ പോലെ ആവരുത് ട്ടോ. ഫഅൻസാഹും അൻഫുസഹും വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. അവർ മറന്നത് ആരെന്നെയാ? അവരുടെ നഫ്സുകളെ തന്നെയാണ്. അവരാണെങ്കിലോ ഉലൈക ഹുമുൽ ഫാസിഖൂൻ, ഒരു ഫാസിഖീങ്ങളാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിനെ മറന്ന ഒരു ജീവിതം ഈ ലോകത്ത് ജീവിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? അള്ളാഹുവിനെ അറിയാനാണ് അവൻ നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ. എൻ്റെ പവർ ഒന്ന് അറിയേ, ഇതിനു വേണ്ടിയിട്ടാണ്. മലക്കുകൾ പറഞ്ഞില്ലേ എന്തിനാണ് ഈ ചോര ചിന്തന ഈ കൂട്ടരനെ അങ്ങോട്ട് വിടുന്നു ചോദിച്ചപ്പോൾ അള്ളാഹു എന്താ പറഞ്ഞത്? ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, ഇങ്ങക്കറിയാത്തതിനെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് മഹാനായ ആദം നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. എന്നിട്ട് ഇവരുടെ മുന്നിൽ കൊണ്ട് കൊടുത്തിട്ട് ഇവരോട് പറഞ്ഞു ഇതിന്റെ പേര് പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്ത്? സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന. അപ്പോൾ ആദം നബിയോട് പറഞ്ഞു കൊടുക്കി ഖാല യാ ആദം അംബിഉഹും ബിഅസ്മാഇഹിം. അപ്പോൾ ഫലമ്മ അംബഅഹും ബിഅസ്മാഇഹിം ഖാല ലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി. അവരുടെ മുന്നിൽ അല്ലാഹു നമുക്ക് അഭിമാനം വാങ്ങി തന്നു ഇൽമു കൊണ്ട്, അറിവ് കൊണ്ട്. അപ്പോൾ ആ മഹാനായ റബ്ബിനെ അറിയാൻ വേണ്ടിയാണ് അവൻ നമ്മെ സൃഷ്ടിച്ചത്. വലഖദ് കറംനാ ബനി ആദം. അല്ലാഹു ഈ മനുഷ്യ കുലത്തെ അല്ലാഹു നമ്മെ എന്താക്കി? ബഹുമാനിച്ചു. എങ്ങനെ ബഹുമാനിച്ചു? അല്ലാഹുവിന്റെ ഹബീബിനെ അവൻ തെരഞ്ഞെടുത്തൊരു കോലുണ്ട്. മനുഷ്യ കോലം ആരാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ കോല അല്ലേ? ജിന്നും ഇൻസിനും അല്ലേ? മുത്തനബി ആർക്കൊക്കെ റഹ്മത്താണ്. എല്ലാ ഇൻസിനും ജിന്നിനും ഒക്കെ കാരണക്കാരാ. ആ ഇൻസിൻ ജിന്നിന്റെ കോലത്തിൽ മുത്തനബി ആക്കാമായിരുന്നു, ഇല്ല. മനുഷ്യന്റെ ഒരു രൂപം മുത്തനബിക്ക് അല്ലാഹു കൊടുത്തു. ആ കോലം കൊണ്ട് അല്ലാഹു നമ്മെ ബഹുമാനിച്ചു. വലഖദ് കറംനാ ബനി ആദം. അല്ലാഹു നമ്മോട് അക്കാണിച്ച ബഹുമാനത്തിനെങ്കിലും സത്യത്തിൽ നമ്മൾ അതിൻ്റെ നന്ദി പോലും നമ്മൾ അല്ലാഹുവിന് യഥാർത്ഥത്തിൽ കൊടുത്തിട്ടില്ല. നമ്മൾ അല്ലാഹുവിനെ മറന്ന് ജീവിക്കാം. നമ്മളിപ്പോൾ ഇന്ന് ഒരു ചെറിയ ഒരു ജീവിതത്തിൻ്റെ ഒരു എത്തിനോട്ടം നമ്മൾ നോക്കുക. ഇന്ന് സത്യത്തിൽ ഖുർആൻ എടുത്ത എത്ര ആളുകളുണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ എത്ര ആളിതിൽ കൈ പൊക്കാൻ കഴിയും? ഖുർആൻ ഇന്ന് എത്ര പേര് ഓതി? ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവിത മാർഗം, എങ്ങനെ നീ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു തരുന്ന നിന്റെ ഹിസ്റ്ററി, നിന്റെ രേഖയാണ്. അങ്ങോട്ട് പോകല്ലേ ഇങ്ങോട്ട് പോകല്ലേ എന്ന് നമ്മളോട് ഗൂഗിൾ വഴി കാണിക്കണില്ലേ? ഇതുപോലെ നിനക്ക് പരിശുദ്ധമായ ഖുർആൻ വഴി കാണിക്കുന്നുണ്ട്. ഒരാളുടെ മനസ്സിൽ ഖുർആൻ ഇല്ല എങ്കിൽ പൊളിഞ്ഞ വീട് പോലെയാണ്. നീ നിന്റെ വീടിനെ ഫർണിച്ചർ കൊണ്ട് അലങ്കൃതമാക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ എന്ത് ഭംഗിയുണ്ട് എന്നതുപോലെ എത്ര കണ്ട് നിനക്ക് നിന്റെ ഹൃദയത്തിലേക്ക് ഖുർആനിനെ ആവാഹിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അത്ര കണ്ട് നീ പ്രകാശമുള്ളവനായി, ഹൃദയം പ്രകാശിക്കുന്നവനായി മാറും. പ്രകാശം എന്ന് പറഞ്ഞ സത്യത്തിൽ ഈ ഇരുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഈ ഇരുളല്ല. തെറ്റുകുറ്റങ്ങൾ അതിൽ ഇരുള. നമ്മെ സത്യത്തിലേക്ക് നടത്തുന്നത് പ്രകാശമാണ്. ഈ കാണുന്ന ഈ ഇരുള് മാത്രല്ല ഇരുള് എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മെ അള്ളാഹുവിലേക്ക് എത്തിക്കുക എന്നതായിരിക്കണം. അള്ളാഹുവിലേക്ക് നാം എത്തുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇന്ന് നമ്മൾ ഖുർആൻ ഓതിയിട്ടില്ല. സത്യത്തിൽ നമ്മളുടെ ജീവിതത്തിലുള്ള ബറക്കത്തുകൾ ഓരോ ദിവസവും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദിവസവും നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം ഖുർആൻ കൊണ്ടായിരിക്കണം. സുബ്ഹി നിസ്കരിച്ചാൽ ഉടനെ ഖുർആൻ എടുത്ത് ഒന്നും സമയമില്ലെങ്കിൽ ഒന്ന് എണീറ്റ് ഹാദാ കലാമു റബ്ബില്ലദീ അക്രമനീ ബി, പഠിച്ചവനെ എന്നെ അള്ളാഹു ഇതുകൊണ്ട് ബഹുമാനിച്ചല്ലോ, അള്ളാഹു ഇതുകൊണ്ട് എന്നെ ബഹുമാനിക്കണേ എന്ന് പറഞ്ഞൊരു മുത്തം കൊടുത്തിട്ടെങ്കിൽ അതിനവിടെ വെക്കുക. എൻ്റെ ഉസ്താദ് ഒരിക്കൽ ന്യൂസ് പേപ്പർ വായിച്ച സമയത്ത് രാവിലെ ഇവിടെ എന്നോട് ചോദിച്ചു, നീ ഖുർആൻ ഓതിയോ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു റുക്കൂ ഖുർആൻ ഓതാതെ
ദിവസം തുടങ്ങരുതെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ നമ്മളും അത് ശീലമാക്കണം. കാരണം അന്നത്തെ ദിവസത്തിൽ ഖുർആന്റെ ബറക്കത്ത് നമുക്ക് ലഭിക്കും. നമ്മൾ ഞാൻ ചോദിക്കട്ടെ, നമുക്കൊക്കെ ഒന്നും ഒരു ആത്മീയത കിട്ടുന്നില്ല. എന്താ കാരണം? ആത്മീയതക്കുള്ള പണി നമ്മൾ എടുക്കണില്ല. ഫാത്തിഹ ഓതുന്നു, ഫാത്തിഹയെ നമ്മൾ അറിയുന്നില്ല. ഫാത്തിഹ ഷിഫയാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഷിഫയാകുന്ന ഫാത്തിഹ ഓതി വെള്ളം കുടിച്ച് എത്ര ആളുകളുണ്ട്? എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല? അള്ളാഹു ഷിഫ, അള്ളാന്റെ ഹബീബ് ഇത് ഷിഫയാണെന്ന് പഠിപ്പിച്ചിട്ട്, ഖുർആനിൽ ഷിഫയുണ്ടെന്ന് പഠിപ്പിച്ചിട്ട് എന്തുകൊണ്ട് നാം ആ ഷിഫ നമ്മൾ എടുക്കുന്നില്ല? രോഗം വന്നിട്ടല്ലല്ലോ ചികിത്സിക്കേണ്ടതിന്റെ മുന്നേ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ രോഗമില്ലാതെ നമുക്ക് ജീവിച്ചൂടെ? ആത്മീയമായ ശോഷണമാണ് അതിന്റെ രോഗമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഷുഗറും പ്രഷറും ഒന്നുമല്ല, ഹൃദയം കറുത്തുപോയി, കടുത്തുപോയി, ചത്തുപോയി എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ഫാത്തിഹയിലേക്ക് നമ്മൾ മടങ്ങണം. ഞാൻ സാന്ദർഭികമായി നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒന്നൊരു ഉഷാർ കിട്ടാൻ വേണ്ടി ഒരു സൂറത്തുൽ ഫാത്തിഹ ഓതാം. എന്തൊക്കെ തെറ്റ് എന്നുള്ള ചെറുങ്ങനെ സൂചിപ്പിച്ചു പോകാം. നിങ്ങൾക്ക് അങ്ങനെ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക, ഇല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് നന്നായി തുടരുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് സംഗതികളൊന്നും ആദ്യം പറയാം. നമ്മൾ ഈ ഖാ പറയുമ്പോൾ, റാ പറയുമ്പോൾ, സ്വാദ് പറയുമ്പോൾ ഒക്കെ ചുണ്ട് വളയുന്നത് നല്ലോണം എല്ലാവരും ശ്രദ്ധിക്കണേ. കാരണം അതൊരു പുതിയ അക്ഷരം അതിലുണ്ടാക്കാണ്. ത്വാ, റാ, സ്വാ, ത്വീ എന്നൊക്കെ പറയുമ്പോൾ എന്ത് വന്ന് ചുണ്ട് കൂടുമ്പോൾ അതിൽ നിന്ന് വാവ് വരുമ്പോൾ പുതിയ പുതിയ അക്ഷരങ്ങൾ സൃഷ്ടിച്ച് നമ്മൾ ഫാത്തിഹ വലുതാക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാ എന്ന് പറയരുത്. ശൈത്വാ, ഖാ ചുണ്ടില്ല. ശൈത്വാനിർ റജീം അങ്ങനെ ശീലിക്കണം. നമ്മൾ കുറേ മക്കൾ ബാഖിയാത്ത് സാലിഹാത്തിനെ പഠിപ്പിക്കാനെന്ന് പറഞ്ഞല്ലോ. കുറേ മക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു ക്ലാസ് എടുത്ത് വന്നപ്പോൾ ഓലെ മുന്നിൽ നിന്ന് പറയുമ്പോൾ വീണ്ടും പറയുമ്പോൾ ഒക്കെ ഒരു വിഷമുണ്ട്. എന്നാലും ബാക്കിയുള്ളവർക്ക് കൂടി ഒരു ഉപകാരമാകാൻ വേണ്ടി പറയാൻ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. താ പറയുമ്പോൾ, റാ പറയുമ്പോൾ, സ്വാദ് പറയുമ്പോൾ ഒന്നും ചുണ്ട് വളയരുത്. ചുണ്ട് വളഞ്ഞ, അതായത് വാ എന്ന് പറയരുത്. ഇങ്ങനെ വ ചുണ്ട് വളച്ചിട്ടാ പറയരുത്. ഇപ്പോൾ ത്വാ എന്ന് പറയുമ്പോൾ എന്താ തുവാ എന്ന് വന്നു. തുവാ താ എന്ന് പറയേണ്ടടുത്ത് ത്വാ എന്ന് പറയുമ്പോൾ തുവാ എന്ന് വന്നു. അത് വരാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇമാമിയങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമുക്കൊക്കെ ഫാത്തിഹയിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പുതിയ അക്ഷരങ്ങൾ കൂടുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു ആവേശമില്ല സത്യത്തിൽ, ഒരു ആവേശമില്ല. ഈ സദസ്സ് കണ്ടപ്പോൾ മാഷാ അല്ലാഹ് എവിടുന്ന് അത്രയും ആൾക്കാർ വന്നു ചോദിച്ചു. അപ്പം സംഘാടകർ അത്രയും ഉഷാറാണെന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ് അത്രയും വലിയ ഉഷാറായിട്ട് നടത്താനുള്ള ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു മാഷാ. പക്ഷേ നമ്മളിപ്പോൾ ഈ ഇവിടെ ഓതിയ ഓത്തൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ മിസറിലൊക്കെ ഓദിച്ചെങ്കിൽ ആകെ അവിടെ ഒച്ചയും ബഹളമായിട്ടുണ്ടാവും. മാഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എപ്പോഴോ ഒരു ഇത് കേട്ട് അല്ലാഹ് എന്തോന്ന് പറഞ്ഞു. അതായത് നമുക്ക് ഒരു മധുരം കിട്ടണില്ല. അല്ലാഹു ആലം. നമ്മൾ പുറത്ത് കണ്ടതുകൊണ്ട് പറയാം. എത്രത്തോളം നമ്മളെ നാട്ടിൽ കേരളത്തിലില്ലാത്തുള്ളൂ. ഇപ്പോൾ ബാംഗ്ലൂർ, ഹൈദരാബാദ്, മറ്റേ നമ്മളെ മൈസൂരൊക്കെ പരിപാടി ഉണ്ടാവില്ലോ. അവിടെ ഖുർആൻ ഓതുന്നത് കേട്ടാൽ ഒരു ആയത്ത് കുറച്ച് സ്ട്രോങ്ങിൽ ഓതിയിട്ടുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് അവർ ഒച്ചയും ബഹളം ഉണ്ടാക്കി നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇത് എന്തില്ല, നമുക്കൊരു തണുപ്പ്. നമ്മളെ നാട്ടിൽ അങ്ങനെ അൽഹംദുലില്ലാഹ് ഇപ്പം ഇങ്ങനെ ഖുർആന്റെ ഈ പരിപാടിയൊക്കെ ആയി വരുന്നേ. നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മളും ഖുർആനിൽ ഉഷാറാണെന്ന് എന്താക്കണം, ലോകർക്ക് കാണിച്ചു കൊടുക്കണം. ഒരു ചൊല്ലുണ്ട് സാധാരണ, എന്താ അറിയോ, അൽ ഖുർആനു നുസില ഫി മക്ക. മക്കയിൽ എന്താക്കി, നുസില ഫി മക്ക, മക്കത്താണ് ഏർക്കപ്പെട്ടത്. കുതിബ ഫി തുർക്കിയ, എഴുതപ്പെട്ടത് എവിടെ, അല്ലെങ്കിൽ എഴുതപ്പെട്ടത് പിന്നെ എവിടെ, തുർക്കിയ. തുർക്കിയിലാണ് അതിനെ എഴുതിയത് എന്നൊരു.
വഖുരിഅ ഫി മിസ്ർ, മിസ്റിലാണ് അതിനെ ഓതപ്പെട്ടത്. കാരണം നമ്മളെ ഓത്തൊക്കെ ഇപ്പൊ ഈ അബ്ദുൽ ബാസിത്തിന്റെ ഓത്ത് ഇവിടുന്ന് വരുന്ന നിങ്ങൾ കുറേ ഓത്തുകളൊക്കെ കേൾക്കണമൊക്കെ അധികം എവിടുത്തതാ, അധികം വരുന്നത് മിസ്ര. കാരണം അവർക്ക് മരിച്ചാലും നമ്മളിവിടെ മരിച്ചാലൊക്കെ ഇങ്ങനെ നമ്മളെ നാട്ടിൽ ദിക്റൊക്കെ സംഘടിപ്പിക്കുന്ന പോലെ അവിടുത്തെ പരിപാടി എന്താ, അവിടെ ഇരുന്ന് ഖുർആൻ തന്നെ വലിയ വലിയ ആൾക്കാരെ കൊടുത്തിട്ട് ഇങ്ങനെ ഓതിപ്പിക്കുന്ന പരിപാടി, ഖുർആൻ ഓതിപ്പിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ പറയപ്പെട്ടു ഖുരിഅ ഫി മിസ്ർ, മിസ്റിലാണ് അതിന് ഓതപ്പെട്ടത്. പക്ഷേ നമുക്ക് ഒരു വലിയൊരു പോയിന്റ് നൽകി, വഉമില ബിഹി ഫിൽ ഹിന്ദ്, അതുകൊണ്ട് അമല് ചെയ്യപ്പെട്ടത് എവിടെ, ഇന്ത്യയിലാണ്. അതുകൊണ്ട് അമലുണ്ടായിട്ടുള്ളത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ അല്ല, പണ്ടത്തെ വലിയ ഇന്ത്യല്ലോ, ഈ മറ്റുള്ള രാഷ്ട്രങ്ങളോ നമ്മളെ വിട്ടുപോയ രാഷ്ട്രങ്ങളൊക്കെ കൂടിയിട്ടുള്ള വലിയ ഇന്ത്യ, ആ ഇന്ത്യയിലുള്ള ആളുകളുടെ ഈമാൻ മാഷാ അല്ലാഹ്, അതുകൊണ്ട് തന്നെ പറയപ്പെട്ടു. അതുകൊണ്ട് അമല് നടക്കുന്നത് എവിടെ, ഇന്ത്യയിലാണ്. അപ്പൊ ഖുർആനിൽ ഞങ്ങൾ അമല് കൊണ്ടല്ല ഓതാനും ഉഷാറാണ് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണേ. നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യാ അല്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ, ബിസ്മില്ലാഹി എന്ന് ഒരയുന്നത് ശ്രദ്ധിക്കണം. ഇതാണ് ബിസ്മി. കുറേ ആളുകൾ ഇമാമികളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം അത് ഹ അല്ല, കാരണം ഹൽഖ് എന്നാണ്. എന്താണ് ഏത് പറയുന്നത്, ഹുറൂഫു ഹൽഖിൻ സിത്തത്തുൻ ഹംസുൻ ഫഹാ, ഹാ എന്ന് പറയുന്നത് ഹൽഖിൽ നിന്നാണ് വരേണ്ടത്, അതും അങ്ങേയറ്റത്ത് നിന്ന് വരേണ്ടത്. അത് ഇവിടെ നമ്മൾ എവിടുന്ന പറയുന്നത്, ഷീ എന്ന് പറയുമ്പോൾ വായന്റെ ഉള്ളിൽ നിന്നാണ് പറയണത്, ഹാ അല്ല. അപ്പൊ എന്താവൂല, ബിസ്മില്ലാഹിൽത്തെ ഹാ ഇല്ല, അൽഹംദുലില്ലാഹിൽത്തെ ഹാ ഇല്ല, സിറാത്തൽ ലദീന അൻഅംത അലൈഹിമിൽത്തെ ഹാ, അലൈഹിം ഓതുമ്പോൾ ഹാ ഇല്ല, ഗൈറിൽ മഗ്ദൂബി അലൈഹിം ഹാ ഇല്ല. എത്ര ഹാ പോയി, 4 ഹാ പോയി. അതുകൊണ്ട് ഒരഞ്ഞു വരുന്നത് ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹി എന്ന് പറയാൻ ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. ഇവിടെ ചുണ്ടില്ല. നിങ്ങളൊന്ന് കണ്ണാടി പോയിട്ട് എടുത്തു നോക്കുക, എന്നിട്ട് ചുണ്ട് വളയുന്നുണ്ടെങ്കിൽ അത് മാറ്റി ശീലിക്കണം. ചുണ്ടില്ലാതെ അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم. മൂന്ന് വാവുകൾ വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണേ. പിന്നെ അങ്ങനെ ഓതണം, ചുണ്ടില്ല. കാരണം ചുണ്ടിന്റെ അക്ഷരം 3, വാവ് ബാ മീം, ഇതതിൽ പെട്ടിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ചുണ്ടിനെ ഒഴിവാക്കി ശീലിക്കണം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം غير المغضوب عليهم ولا الضالين. ആമീൻ. ഓരോ ആയത്ത് പറയുമ്പോഴും അള്ളാഹു ഓരോന്ന് പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട് എന്ന് നമ്മളോട് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ബിസ്മി എന്ന് പറഞ്ഞാൽ എന്തിലും ബസ്മലത്ത് എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ചര്യയാക്കണം. ജീവിതവും മരണവും നന്നാകാൻ ചില കാരണങ്ങളിൽ ഒരു കാരണമാണ് എന്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മി ചെല്ലുക എന്നത്. നാളെ ആഖിറത്തിൽ വരുമ്പോൾ ഒരു ടീം ഇങ്ങനെ അവരിങ്ങനെ വരുമ്പോൾ അവരുടെ അമലിനൊക്കെ ഭയങ്കര ഉഷാറ്. അപ്പം എന്താന്ന് ചോദിക്കുമ്പോൾ എന്താ ഇത്ര അമൽ ഇത്ര ഉഷാറെന്ന് ചോദിക്കും. അവരെന്ത് ചെയ്യുമ്പോഴും ബിസ്മി ചെല്ലുന്നവരായിരുന്നു എന്ന് പറയുന്ന. എത്രത്തോളം നമ്മളെ നിസ്കാരത്തിൽ നമുക്ക് അജ്ർ കൂടാൻ തന്നെ കാരണം ബസ്മലത്ത് അതിലുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ബസ്മലത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം എല്ലാ പ്രവർത്തനങ്ങളിലും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അല്ലാഹു സത്യം ചെയ്ത് പറയുന്നുണ്ട്. അത്ര എന്തറിയോ, എടോ നീ പേടിക്കണ്ട, നിനക്ക് നിന്റെ ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ അനുഗ്രഹം നിനക്ക് ഞാൻ സ്ഥിരപ്പെടുത്തി തന്നിരിക്കുന്നു.
റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ റഹ്മത്തിനെ സ്ഥിരപ്പെടുത്തി തന്നിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സത്യം ചെയ്ത് പറയും, ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് ഞാൻ എൻ്റെ ഫളലിനെ സ്ഥിരപ്പെടുത്തി തന്നിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നു, എടോ നിനക്ക് എൻ്റെ സഹായത്തെ ഞാൻ നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും സ്ഥിരപ്പെടുത്തി തന്നിരിക്കുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നുണ്ട്, എൻ്റെ ഹിദായത്തിനെ ഞാൻ നിനക്ക് സ്ഥിരപ്പെടുത്തി തന്നിരിക്കുന്നു. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറയുമ്പോൾ അല്ലാഹു സത്യം ചെയ്ത് പറയുന്നു, എൻ്റെ ശുപാർശയെ അഥവാ എൻ്റെ ഹബീബിൻ്റെ ശുപാർശയെ ഞാൻ നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും സ്ഥിരപ്പെടുത്തി തന്നിരിക്കുന്നു. നിനക്ക് ഞാൻ ആഖിറത്തിൽ സ്ഥിരപ്പെടുത്തി തന്നിരിക്കുന്നു. ഗൈരിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറയുമ്പോൾ അല്ലാഹു സത്യം ചെയ്ത് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ആഖിറത്തിൽ ഞാൻ എൻ്റെ മുഖറബീങ്ങളിൽ ഞാൻ നിന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വലല്ലാലീൻ എന്ന് പറയുമ്പോൾ അല്ലാഹു സത്യം ചെയ്ത് പറയുന്നത് എന്താണെന്നറിയുമോ, നിന്നെ ഞാൻ പരാജിതരിൽ നിന്നും അയച്ച് വിജയികളിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സത്യത്തിൽ ഒരു ഫാത്തിഹ ശരിക്കോതാണ് ഈ ദുനിയാവും ആഖിറവും എല്ലാ നിയാമത്തും കിട്ടാൻ അത് മതി. പക്ഷെ നമ്മൾ ഫാത്തിഹ ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നമ്മൾ നല്ല ശ്രദ്ധിച്ച് ഫാത്തിഹ രാവിലെ തന്നെ ഫാത്തിഹ മന്ത്രിച്ച് ഊതിയ ആ വെള്ളം കുടിച്ചിട്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം. കഴിഞ്ഞ ഈ പരിപാടിക്ക് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു. അള്ളാഹു അവരുടെ റഹ്മത്തിലേക്ക് ഒരു യാത്രയായി. അള്ളാഹു ആഖിറം വിളിച്ചാക്കി കൊടുക്കട്ടെ. നമ്മളിന്ന് വിട്ടുപിരിഞ്ഞവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. കഴിഞ്ഞതിന് എനിക്ക് സമ്മതം തന്ന് പറഞ്ഞയച്ച എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ഇന്നില്ല. ഇതുപോലെ നമുക്കൊക്കെ ഇനി പോകണം. നമ്മൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? നമ്മളിപ്പോൾ അടുത്ത കാലത്തൊന്നും മരിക്കുമെന്ന് വിചാരിച്ച രീതിയിലല്ല നമ്മളൊന്നും ജീവിതം. പക്ഷെ നമ്മൾ എപ്പോഴാണ് പോകുക നമുക്ക് ഒരു ഉറപ്പോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ജീവിക്കാൻ നാളെയിലേക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി ജീവിക്കുക. റമദാൻ ഇതാ നമ്മിലേക്ക് വന്നിരിക്കുന്നു. ആ റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ ക്രമീകരിക്കുക. റമദാൻ തുടങ്ങിയിട്ട് ഖത്തം തീർക്കാമെന്നാരും വിചാരിക്കേണ്ട. ഇപ്പം തന്നെ 6 മാസം മുന്നേ തുടങ്ങുമായിരുന്നു മഹാന്മാർ. ഇവിടെ റജബ് കഴിഞ്ഞു, ശഅബാൻ ഇത് അവിടെ കഴിയാനായി നിൽക്കുന്നു. ഇപ്പോഴും തുടങ്ങാത്തവർ തുടങ്ങുക. എങ്ങനെ തുടങ്ങുക? ഷെഡ്യൂൾ ചെയ്ത് തുടങ്ങുക. ഓരോ വഖത്തിനും ഞാൻ ഇത്രയോതും എന്ന് റമദാന്റെ മുന്നേ തന്നെ നമ്മൾ സമയം ക്രമീകരിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് റമദാൻ എത്തുമ്പോൾ ആദ്യത്തെ ദിവസം വിചാരിക്കും, ഇൻഷാ അല്ലാഹ് നാളെ നേരം വെളുത്ത് മാസം കണ്ട് കണ്ടാൽ നമ്മൾ പിന്നെ അന്ന് നോമ്പ് ചിലപ്പോൾ കുറച്ചൊക്കെ ഓതിയിട്ട് അത്തായം കഴിച്ചോടുകൂടി നമ്മൾ കഴിഞ്ഞ് അന്ന് ക്ഷീണിതരായി. നോമ്പ് പറഞ്ഞാൽ പിന്നെ തീരെ നമുക്ക് എന്താകൂല, പിടുത്തം കിട്ടൂല. അങ്ങനെ ആ റമദാൻ അങ്ങോട്ട് പോകും. ഇതുപോലെ എല്ലാ കൊല്ലങ്ങളും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഒരുങ്ങുക. നോമ്പ് തുറന്നാലും ഞാൻ ഒരല്പം ഓതിയിട്ട് അടുത്ത വയറ് നിറക്കാൻ ഞാൻ പോകുള്ളൂ എന്നൊരു ഉറപ്പ് നമുക്ക് വെക്കുക. ഇശാഇന് ശേഷവും അതുപോലെ തന്നെ സുബഹിക്ക് ശേഷവും നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി റമദാനിനെ നമ്മൾ മനോഹരമായി അതിൻ്റെ അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹത്തെ വാരിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഈ വൈകിയ വേളയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അവൻ ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന ഭാഗ്യവാന്മാരിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ കൈപ്പിടിക്കുന്ന ഭാഗ്യവാന്മാരിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഖുർആൻ ഓതുന്നത് കൊണ്ടുള്ള ഗുണം നമ്മൾ അറിയണം. അഥവാ ഹൃദയം ശുദ്ധിയാകാൻ ഖുർആൻ. അള്ളാഹുവിലേക്ക് അടുക്കലാണല്ലോ നമ്മുടെ ജീവിതം. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഖുർആൻ. അർത്ഥറിയണോ? വേണ്ട, ഓതിയാ മതി. ജസ്റ്റ് ഓതിയാ മതി. അപ്പം അർത്ഥറിഞ്ഞിട്ട് ഓതിയാലോ. 99 പ്രാവശ്യം സ്വപ്നം കണ്ടുവാര് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. ഇനി ഞാൻ സ്വപ്നം കാണുകയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുമെന്ന് പറയാം. എന്താ ചോദ്യം? പഠിച്ചോലെ നിന്നിലേക്ക് ആൾക്കാർ എന്തുകൊണ്ടാണ് അടുക്കുന്നത്? അപ്പോൾ അള്ളാഹിനോട് അങ്ങനെ സ്വപ്നം കണ്ടു. 100ാമത്തെ പ്രാവശ്യം സ്വപ്നം കണ്ടപ്പോൾ ചോദിച്ചു, പഠിച്ചോനെ എന്തുകൊണ്ടാണ് നിന്നിലേക്ക് ആളുകൾ അടുക്കുന്നത്? അള്ളാഹു പറഞ്ഞു, എൻ്റെ ഖുർആനിൻ്റെ പാരായണം കൊണ്ട്. അപ്പോൾ ഒരു സംശയം, അത് അർത്ഥറിഞ്ഞിട്ട് ഓതിയാൽ മാത്രമാണോ? ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, നമുക്കൊക്കെ വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു മറുപടി. അർത്ഥം അറിഞ്ഞിട്ട് ഓതിയാലും അറിയാണ്ട് ഓതിയാലും അതാണ് എന്നിലേക്ക് അടുക്കാനുള്ള മാർഗമെന്ന് അള്ളാഹു നമ്മെ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ സ്വപ്നത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് അടുക്കാൻ നാളെ ആഖിറത്തിൽ നമ്മുടെ കൈപിടിച്ച് നമുക്ക് ആവശ്യമായ സംഗതികൾ അള്ളാഹുവിൽ നിന്ന് വാങ്ങിത്തരാനുള്ള ശുപാർശകനാണ്. എല്ലാമാണ്. ഒന്നുകിൽ നിനക്ക് അനുകൂലമായി അത് സാക്ഷി നിൽക്കും, അല്ലെങ്കിൽ പ്രതികൂലമായി സാക്ഷി നിൽക്കും. ഏതാണ് വേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം?
തിരഞ്ഞെടുക്കാം. അതുകൊണ്ട് ആ ഖുർആനിനെ നാം പാരായണം ചെയ്യുക, നാം അതിനെ മനഃപ്പാഠമാക്കുക. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാം ഈ പറഞ്ഞതും ഇരുന്നതും അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യ റമളാനിൽ നിങ്ങളുടെ ദുആയിലും നമ്മളെ ഉൾപ്പെടുത്തണേ എന്ന് അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.